പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു നട്ടപ്പാതിര വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്കെൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഉറക്കൊഴിച്ചിരുന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് പരിപാടി പകലൊന്നിരുന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. നാളെയും പരിപാടി, മറ്റന്നാളും പരിപാടി. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു സമയമില്ല. അതുകൊണ്ടാണ് ഈ പാതിരാക്കിരുന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് മലപ്പുറം ചട്ടിപ്പറമ്പിൽ ഒരു സ്ത്രീ പ്രസവത്തോടു കൂടി മരണപ്പെടുന്നത്. ആലപ്പുഴക്കാരനായ സിറാജുദ്ദീന് തൻ്റെ കുടുംബത്തോടൊപ്പം മലപ്പുറം മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. ഇവർക്ക് നേരത്തെ 4 മക്കളുണ്ട്. 5ാമത്തെ പ്രസവത്തിലാണ് ഈ സ്ത്രീ മരണപ്പെടുന്നത്. ഇയാളൊരു അക്യൂപങ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ ഓൺലൈനിൽ ഒരു യൂട്യൂബ് ചാനലിലൂടെ ചികിത്സകളൊക്കെ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണിത്. ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന സമയത്ത് നമുക്ക് യുക്തിക്ക് നിരക്കാത്ത കുറേ വാദങ്ങളാണ്, കുറേ ചികിത്സാ രീതികളാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്. ഇവിടെ ആലോചിച്ച് നോക്കൂ, 4 മക്കളുണ്ട് ഇവർക്ക്. നമുക്ക് വാർത്തകളിൽ നിന്നൊക്കെ അറിയാൻ പറ്റിയത് ആദ്യത്തെ 2 പ്രസവം ഹോസ്പിറ്റലിൽ നിന്നും, പിന്നീട് 3ാമത്തെയും 4ാമത്തെയും പ്രസവം ഇവർ വീട്ടിൽ നിന്നാണ് പ്രസവിച്ചിട്ടുള്ളത്. പക്ഷേ വാടക വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ ഏത് പ്രദേശത്ത് വെച്ചിട്ടാണ് ഇവർ പ്രസവിച്ചതെന്ന് അറിഞ്ഞൂടാ. എങ്കിലും ഇവർ 5ാമത്തെ പ്രസവം ആരും, അയൽവാസികൾ പോലും ഈ സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടില്ല. ഇവർ പ്രസവിച്ചതോ മരണപ്പെട്ടതോ ആരും അറിഞ്ഞിട്ടില്ല എന്ന് ഏറ്റവും വലിയൊരു അത്ഭുതം. ഒരു സ്ത്രീ മരിക്കണ സമയത്ത്, നമ്മുടെ ഭാര്യ മരിക്കണ സമയത്തൊക്കെ നമ്മളൊന്ന് വാവിട്ട് കരയൂലേ? നമ്മളെ മക്കൾ കരയൂലേ? അയൽവാസികളെങ്കിലും ഇത് കേൾക്കൂലേ? തൻ്റെ 5 മക്കളെ പ്രസവിച്ചൊരു സ്ത്രീ മരിക്കുമ്പോൾ അയാൾക്ക് ഒരു വികാരം, ഒരു സങ്കടം ഉണ്ടായില്ലേ? 6 മണിക്ക് പ്രസവിച്ച സ്ത്രീ 9 മണി വരെ രക്തസ്രാവം മൂലം കഷ്ടപ്പെട്ട് മരണത്തിന് കീഴടങ്ങുന്ന സമയത്ത് ഒരു നിമിഷം പോലും അവരെ ഒന്ന് രക്ഷിക്കണമെന്ന് അയാൾക്ക് തോന്നിയില്ലേ? ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് അയാൾക്ക് തോന്നിയില്ലേ? 5 പിഞ്ച് മക്കളെ മുഖത്തേക്ക് അയാൾ നോക്കിയില്ലേ? ഈ മക്കൾക്കൊരു ഉമ്മ ഇല്ലാതാകണതിനെക്കുറിച്ച് അയാൾ ചിന്തിച്ചില്ലേ? എന്ത് മനസ്സാണ് അയാളത്? എനിക്കതാണ് സങ്കടം തോന്നിയത്. ഭയങ്കര സങ്കടം തോന്നി. ആ 5 കുട്ടികളെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒരു ചോരപ്പൈതൽ, വളരെ ചെറിയ പ്രായമുള്ള 4 മക്കളും കൂടെ. ഈ 5 മക്കൾ ഈ സമൂഹത്തിൽ വളർന്ന് വലുതാവണ്ടേ? ആരാണ് ആ മക്കളെ ഒരു ഉമ്മ സംരക്ഷിക്കുന്ന സംരക്ഷണോട് കൂടി വളർത്തുക? അയാളാണ് ജാമ്യമില്ലാ വകുപ്പിൽ അയാൾക്കെതിരെ കേസ് എടുത്തു. അയാളെ തണലും ആ കുട്ടികൾക്ക് ഇനിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് വീട്ടിലെ പ്രസവത്തെ വീണ്ടും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ തുടങ്ങിയത്. ഹോസ്പിറ്റലിൽ കച്ചവടം ചെയ്യുകയാണ്, മരുന്ന് വെക്കുന്നുണ്ട്. മോഡേൺ മെഡിസിനിൽ ഒരുപാട് മരുന്ന് വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ എന്തിനാണ് മരുന്ന് വെക്കുന്നത്? ഡോക്ടർമാർക്ക് ഇവരിങ്ങനെ നമ്മൾ പ്രസവവേദന അനുഭവിച്ച് കൂടുതൽ സമയം പ്രസവവേദനൻ്റെ സമ്മർദ്ദത്തിൽ നമ്മളെ കുഞ്ഞിനൊന്നും സംഭവിക്കാതിരിക്കാൻ, പ്രസവം സുഗമമാവാൻ, എളുപ്പത്തിലാവാനൊക്കെ അല്ലേ? അല്ല നമ്മളെ കൊല്ലാനും കുഞ്ഞിനെ കൊല്ലാനും എന്നല്ലല്ലോ മരുന്ന് വെക്കണത്. അത് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിങ്ങൾക്കില്ലേ? പണ്ടുള്ള കാലത്ത് ഇങ്ങനെ ഇല്ലേന്നോ? പണ്ടുള്ള കാലത്തൊക്കെ വീട്ടിലല്ലേ പ്രസവിച്ചത്? ഉമ്മമാരുടെ കാലത്തൊക്കെ വീട്ടിൽ പ്രസവിച്ചിട്ട് വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറേ പണ്ഡിതന്മാരിറങ്ങിയിട്ടുണ്ട്. ഭാര്യമാരെ പ്രസവം കണ്ട് പാണ്ഡിത്യം നേടിയ കുറേ ആളുകൾ. ഈ അനുഭവിക്കുന്ന സ്ത്രീൻ്റെ ദുരിതം ഇയാൾക്കറിയോ? പണ്ടൊക്കെ പ്രസവം ഉണ്ടായിരുന്നു, 10ഉം 15ഉം മക്കളെ പ്രസവിച്ചിട്ട്. പക്ഷേ 10 മക്കളെ പ്രസവിച്ചവർക്ക് 3ഓ 4ഓ കുട്ടികൾ ബാക്കിയായി എത്ര ആളുകളുണ്ട്? ബാക്കിയൊക്കെ കുഴിക്ക് കൊടുത്തേക്കുക. അന്ന് ഇന്നത്തേക്കാളും മരണനിരക്ക് കൂടുതലായിരുന്നു അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യത്തിൽ. ഇന്ന് എത്ര പുരോഗമിച്ച് നമ്മുടെ മരണനിരക്കിൻ്റെ അളവൊക്കെ കുറഞ്ഞു. ഇന്ന് ലക്ഷങ്ങളിൽ ഒരാളൊക്കെ മരണപ്പെടുന്നുള്ളൂ. അതിനെങ്ങനെ നമ്മൾ ജനറലൈസ് ചെയ്ത് എല്ലായിടത്തും ഹോസ്പിറ്റലുകളൊക്കെ ഇങ്ങനെയാണ്, അവിടെ എല്ലായിടത്തും അറവുശാലകളാണ്. ശരിയാണ്, ഗർഭം ധരിക്കുന്നത് മുതൽ പ്രസവം വരെ എക്സ്പെൻസീവ് തന്നെയാണ്. പക്ഷെ വേണ്ടവർക്ക് വേണ്ട ചികിത്സ കൊടുക്കണ്ടേ? ഗർഭാവസ്ഥയിൽ കിട്ടുന്ന മരുന്നുകൾ കഴിക്കണ്ടേ? ഈ സ്ത്രീക്ക് ഇനി രക്തത്തിൻ്റെ അളവൊക്കെ ഉണ്ടായിരുന്നോ? ഈ സ്ത്രീ ഏതെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും പ്രയാസം അനുഭവിച്ചിരുന്നോ എന്നൊന്നും അറിയില്ലല്ലോ. അവർ ഡോക്ടറെ കാണിച്ചിട്ടില്ല, ഒരു ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ടില്ല, ഒരു സ്കാൻ പോലും ചെയ്തിട്ടില്ല. അപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നു പോയെന്ന് ആർക്കും അറിയില്ല. എന്നിട്ട് അവർ വേദന തട്ടി പ്രയാസപ്പെട്ടിട്ട് അയാളിന്
ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, എന്നാൽ പ്രസവിച്ച് കഴിഞ്ഞിട്ടെങ്കിലും അവിടെ ദുരിതം കണ്ടിട്ടും പോലും ആ സ്ത്രീനെ കൊണ്ടുപോയില്ല. ഇയാളെ പേരിൽ ജാമ്യമില്ലാ വകുപ്പിന് കേസെടുത്തെന്ന് പറഞ്ഞപ്പോഴായിട്ട് ഒരു സമാധാനമായത് സത്യം പറഞ്ഞു. ഇനിയും പ്രാകൃതമായ ചിന്തയിലേക്കും ചികിത്സാ രീതിയിലേക്കും തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. പണ്ട് കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് കാലത്ത് നമ്മൾ പുല്ല് മേഞ്ഞ വീട്ടിൽ, ഓല മേഞ്ഞ വീട്ടിലൊക്കെ താമസിച്ചിരുന്നത്. അന്ന് നമ്മൾ ഒരു ആധുനിക ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്നില്ല. എന്നിട്ട് ഇതൊക്കെ ആരെങ്കിലും വലിച്ചെറിയുന്നുണ്ടോ? ഇതൊക്കെ ഏറ്റവും മെച്ചപ്പെട്ടും ഏറ്റവും നല്ല ടെക്നോളജീന് പിന്നാലെയാണ് പോകുന്നത്. പിന്നെ പ്രസവത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണോ വൽക്കരിക്കപ്പെടാതിരിക്കുന്നത്? ഏത് കാലത്താണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത്? 2026-ലല്ലേ? മനുഷ്യന് എത്രമാത്രം അവബോധം സൃഷ്ടിക്കപ്പെട്ട കിട്ടുന്ന കാലത്താണ് ഈ ജീവിക്കുന്നത്. ആരോഗ്യ മേഖല മുഴുവൻ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു, എല്ലാ മേഖലയിലും. ഇപ്പോൾ ഈ അക്യുപങ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടായ്മകൾ ഇത്തരം പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കാണപ്പെടുന്നു. എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. അതുപോലെ ആളുകൾ കമൻറ്റ് ബോക്സ് വന്ന് ചോദിക്കുകയാണ്, വീട്ടിൽ നിന്ന് പ്രസവിച്ചാൽ മരിക്കണില്ലേ? അതുപോലെ തന്നെയല്ലേ, അല്ല ഹോസ്പിറ്റലിൽ നിന്ന് മരണപ്പെടുന്നില്ല, അതുപോലെ തന്നെയല്ലേ വീട്ടിൽ നിന്നും? എത്ര നിസ്സാരവൽക്കരിക്കുന്നു. ആ സ്ത്രീ ചികിത്സ കിട്ടാതെയാണ് മരണപ്പെടുന്നത്. ഹോസ്പിറ്റലിൽ നമ്മൾ ചികിത്സ കിട്ടിയതിന് ശേഷമാണ് മരണപ്പെടുന്നത്. അതെന്താ മനസ്സിലാക്കാത്തേ? എന്താണ് ആളുകൾ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നത്? ഈ അക്യുപങ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ പെട്ടെന്നൊരു ആക്സിഡൻ്റ് ആയാലോ അല്ലെങ്കിൽ ഒരു തീപ്പൊള്ളലേറ്റ് കഴിഞ്ഞാലോ ഒക്കെ വീട്ടിൽ നിന്ന് ചികിത്സ ചെയ്യുക. അവർ ഹോസ്പിറ്റലിൽ പോകില്ല, മോഡേൺ മെഡിസിൻ വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുക ചെയ്യുക. ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുമോ? അപ്പോൾ അക്യുപങ്ചറിൻ്റെ ചികിത്സ തേടിയിരിക്കുമോ? നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? ഒരു കൂട്ടർ എന്ത് ചെയ്യുന്നു, ഒരു പൊതുവേദിയൊക്കെ ഒരുക്കിയിട്ട് വീട്ടിൽ നിന്ന് പ്രസവിച്ച അമ്മമാർക്ക് അവാർഡ് കൊടുക്കുന്നു. എന്നിട്ട് വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നിട്ട് അവരെന്നെ പറയുന്നു, ഞങ്ങൾ അക്യുപങ്ചറിൽ പ്രസവത്തെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കുന്നില്ല, പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പ്രസവിച്ച് കഴിഞ്ഞ അമ്മമാർക്ക് അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തൊരു വിരോധാഭാസമാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളൊക്കെ ഏത് കാലത്താണ് ജീവിക്കണേ? ഞാൻ 3 മക്കളെ പ്രസവിച്ചത് ജീവനും മരണത്തിൻ്റെ ഇടയിൽ കൂടെയാണ് പോയിക്കൊണ്ടാണ്. അറിയോ നിങ്ങൾക്ക്? ഡോക്ടർമാരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു സ്ത്രീ എന്തൊക്കെ അവസ്ഥയിലൂടെയാണ് ഒരു ഗർഭകാലത്ത് കടന്നു പോകുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ അവൾ നേരിടുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇതൊന്നും മനസ്സിലാക്കാതെ വീട്ടിലെ പ്രസവത്തെ എല്ലാവർക്കും വ്യത്യസ്തമാണ്. ഓരോ മനുഷ്യനും അവൻ്റെ ശാരീരിക പ്രകൃതി അനുസരിച്ച് ഗർഭം ധരിക്കലും ഗർഭകാല ബുദ്ധിമുട്ടുകളൊക്കെ വ്യത്യസ്തമാണ്. എൻ്റെ ഉമ്മക്കൊരു ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നെങ്ങനെ നമ്മളെ ഭാര്യനോട് പറയുക? എനിക്കുള്ള ബുദ്ധിമുട്ട് എൻ്റെ അനിയത്തിക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ എങ്ങനെ പറയുക? ആളുകൾ വന്നിട്ട് സപ്പോർട്ട് ചെയ്യാണ്. വീട്ടിൽ പിന്നെ സാമ്പത്തിക ബാധ്യത താങ്ങാനാവാത്തതുകൊണ്ടാവും. നമുക്ക് സാമ്പത്തിക ബാധ്യത താങ്ങാനാവില്ലെങ്കിൽ നമ്മൾ ഗർഭം ധരിക്കാതിരിക്കുക. നമുക്ക് മക്കളെ വളർത്താൻ കഴിയില്ല ബോധ്യം ഉണ്ടെങ്കിൽ മക്കളെ ജനിപ്പിക്കാതിരിക്കുക. അല്ലാതെ പ്രാകൃതമായൊരവസ്ഥയിലേക്ക് പോവുകയാണ് നമ്മൾ വേണ്ടത്. സർക്കാർ ആശുപത്രികളില്ലേ, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇല്ലേ ഹോസ്പിറ്റലുകളിൽ? ഇതൊരു എന്താ പറയുക, ഹോം നേഴ്സിൻ്റെ സഹായം പോലും തേടാതെ ആ വീട്ടിലൊരു സ്ത്രീ സാന്നിധ്യം പോലും ഇല്ല. ആ സ്ത്രീ പ്രസവിക്കുന്ന സമയത്ത് അവർക്ക് തൻ്റെ വേദന പറയാൻ ഒരു പുരുഷനൊരു പക്ഷേ ആ സ്ത്രീൻ്റെ അവസ്ഥ മനസ്സിലാവില്ലെങ്കിലും ഒരു ഉമ്മക്ക മനസ്സിലാവും തൻ്റെ മകള് മുന്നോട്ട് പോകുന്ന കടന്നു പോകുന്ന അവസ്ഥ. എന്തുമാത്രം ക്രൂരതയാണ് ആ സ്ത്രീ അനുഭവിച്ചിട്ടുള്ളത്. എന്തുമാത്രം വേദന തിന്നവർ മരണത്തിന് കീഴടങ്ങി. ആ പിഞ്ചു മക്കൾക്ക് ഉമ്മയില്ലാതായി. ഉമ്മമാരുള്ള കാലത്ത് തന്നെ, ഉപ്പമാരുള്ള കാലത്ത് ഒട്ടും സുരക്ഷിതരല്ലാതെ മക്കൾ വളരുന്ന ഈ കാലത്താണ് ഉപ്പയും ഉമ്മയില്ലാതെ 5 മക്കൾ അനാഥത്വത്തിലേക്ക് പോകുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഉപ്പോളം വരില്ല ഉപ്പിലിട്ടതെന്ന് ചൊല്ലുപോലെയാണ്. അമ്മനെ അച്ഛനോളം വരില്ല ആര് നോക്കിയാലും. വളരെ അപൂർവമായിട്ട്
അമ്മമാരും അച്ഛന്മാരും മക്കളെ കൊല്ലുന്നതോ ഉപേക്ഷിക്കുന്നതോ ഒക്കെ വാർത്തകളുണ്ടാവും. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന മാതാപിതാക്കളും മക്കളെ സംരക്ഷിച്ചും അവരെ സ്നേഹിച്ചും ശാസിച്ചും വളർത്തി മുന്നോട്ട് കൊണ്ടുവരുന്നവരാണ്. എന്താണ്, എങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഗർഭം ധരിക്കുന്ന സമയത്ത് നിങ്ങളൊരു ഡോക്ടറുടെ സേവനം തേടുക. മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്ത ഒരു ഡോക്ടറുടെ സേവനം തേടുക. ഇതിപ്പോൾ ഈ അക്യുപങ്ക്ചർ പഠിക്കുന്നവരാണ് 10ാം ക്ലാസ് തോറ്റവർ, +2 മിനിമം വിദ്യാഭ്യാസം ഉള്ളവരൊക്കെയാണ് ഈ പ്രസവം എടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായവർ, ഇവരിങ്ങനെ പുസ്തകം വെച്ച് പഠിച്ച് അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അതിൽ ഒരു കഴിവുള്ളവരായി മാറിയിട്ട് ഇങ്ങനെ സങ്കീർണതകളെ കേസുകൾ വരെ നിസ്സാരവൽക്കരിച്ച് അതിന് ഒരു സാമാന്യവൽക്കരണം നടത്തി ഇത് കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്നുള്ള എനിക്ക് പറയാനുള്ളത്. ശസ്ത്രക്രിയ ചെയ്യേണ്ട ചികിത്സകൾ, അതുപോലെ ഹൃദ്രോഗം, ഇങ്ങനെ കിഡ്നി സംബന്ധമായ ചികിത്സകൾക്കൊന്നും ഇത്തരം ചികിത്സാ സമ്പ്രദായങ്ങളെ ആശ്രയിക്കാതിരിക്കുക. നമ്മുടെ അവസ്ഥ അതിഗുരുതരാവസ്ഥയിലേക്ക് ആയതിന് ശേഷമാവും നമ്മളൊരു പക്ഷേ മോഡേൺ മെഡിസിനിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥ ആവും. എന്താണ് ഭയങ്കര സങ്കടം കൊണ്ടാട്ടോ ഈ പറയണത്. പണ്ട് കാലം ഇപ്പോൾ എത്രയും ആളുകളാണ് മുസ്ലിം സമുദായത്തെ തന്നെ ഇകഴ്ത്തിക്കൊണ്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന സമയത്ത് സങ്കടം തോന്നുക. കാരണം ഇത് വളരെ കുറച്ച് ആളുകളെ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ചിന്തയിലേക്ക് പോകുന്നുള്ളൂ. ബഹുഭൂരിപക്ഷവും ഹോസ്പിറ്റലുകൾ പോവുകയും 2 or 3 കുഞ്ഞുങ്ങൾ തങ്ങൾക്ക് വളർത്താനാവുന്ന കുഞ്ഞുങ്ങളുടെ ഒരു പരിധി മനസ്സിലാക്കി അത്രയും കുഞ്ഞാകുമ്പോൾ പ്രസവമൊക്കെ നിർത്തി തങ്ങളെ മക്കളെ വളർത്തി സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉമ്മമാരൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രസവിച്ചത്. പക്ഷെ എൻ്റെ വല്യമ്മ പ്രസവിച്ചപ്പോൾ 7 എണ്ണം പ്രസവിച്ചിട്ടുണ്ട്. വല്യമ്മക്ക് 3 മക്കളെ കിട്ടിയിട്ടുള്ളൂ. കാരണം വല്യമ്മക്ക് ഏകദേശം 2 or 3 ദിവസം പ്രസവവേദന വന്ന് അങ്ങനെ വന്നും പോയിരിക്കും. അപ്പോഴേക്ക് ഈ കുട്ടി വയറ്റിനുള്ളത് ജീവൻ പോയിട്ടുണ്ടാവും. പിന്നെ ഒരു ജീവനില്ലാത്ത കുഞ്ഞിനാണ് പ്രസവിക്കുന്നത്. അതാണ് ഇതിൻ്റെ സങ്കീർണത. ഒരു ലോകം ഇത്രയും പുരോഗതി പ്രാപിക്കാത്തൊരു കാലഘട്ടത്താണെന്ന് വിചാരിക്കുക. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് എന്തെല്ലാം ഫെസിലിറ്റി ഉണ്ട് ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ ഒരു പ്രാകൃതമായ ചിന്തക്ക് വിധേയമായി ഒരു ജീവനില്ലാതായി. ആ മക്കൾക്ക് ഉമ്മ ഇല്ലാതായി. 5 മക്കൾ, ഉമ്മൻ്റെ തണലിൽ ജീവിക്കേണ്ട 5 മക്കൾ അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്കത് ആലോചിച്ചിട്ടാണ് ഏറ്റവും സങ്കടമുള്ളത്. ആ കുഞ്ഞു മക്കളെ ആലോചിച്ചിട്ട് എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാവും ആ സ്ത്രീ മരണത്തിന് കീഴടങ്ങുന്നത് വരെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊരു 6 or 7 ദിവസം അതികഠിനമായ ബ്ലീഡിങ്, സാധാരണ ആർത്തവ സമയത്തുണ്ടാകുന്ന അതികഠിനമായ ബ്ലീഡിങ് ഉണ്ടായാൽ തന്നെ നമ്മൾ തളർന്നു പോകും. അതാണ് പ്രസവത്തെ തുടർന്നുണ്ടാകുന്ന ഇത്രയും അമിത രക്തസ്രാവം ഉണ്ടാകുന്ന സമയത്ത് ആ സ്ത്രീ എത്രമാത്രം പ്രയാസം അനുഭവിച്ചിട്ടുണ്ടാവും. ഇയാൾക്കത് വല്ല പിണ്ണാക്കും അറിയോ? ഇയാൾക്ക് മക്കളെ ജനിപ്പിക്കാനല്ലേ അറിയുള്ളൂ. പ്രസവവേദന ഒന്നും ഇയാൾക്ക് അറിയില്ലല്ലോ. അറിയെങ്കിൽ ഇയാളിത് പണി ചെയ്യൂലല്ലോ. ഈ മക്കളെ സ്നേഹം ഉണ്ടെങ്കിൽ ഇയാൾ ഈ പണിക്ക് നിൽക്കൂലല്ലോ. ഇത് ദയവ് കരുതി ഈ ഒരു പ്രാകൃതമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ നീ കൊണ്ടുപോകരുത്. എൻ്റെ ഉമ്മക്ക പ്രസവിച്ചും വീട്ടിൽ നിന്ന് തന്നെ. എന്നെ മാത്രമേ ഉമ്മ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളൂ, അതും ഏറ്റവും സങ്കീർണമായ അവസ്ഥയിൽ. അതിനെ തുടർന്ന് എൻ്റെ ഉമ്മക്കിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. എൻ്റെ ഉമ്മ പ്രസവം നിർത്തിയതോടെ തന്നെ കുടുംബത്തിൽ നിന്ന് പുറത്തായി. കാരണം അന്നത്തെ കാലത്തൊന്നും മുസ്ലിം സ്ത്രീകൾ പ്രസവം നിർത്തൂല. അപ്പോൾ എൻ്റെ ഉമ്മ 4 മക്കളായപ്പോൾ പ്രസവം നിർത്തി. ഹോസ്പിറ്റലുകാർ നിർബന്ധിച്ച് ഇനി പ്രസവിക്കാൻ പറ്റൂല. എൻ്റെ ഉമ്മനെ ഉപേക്ഷിച്ചാണ് പോയി. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ ഉപ്പ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. അത്രയും പ്രാകൃതമായ ചിന്തയായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ മാറി ഇപ്പോൾ എന്നിട്ട് പഴയ സിസ്റ്റത്തിലേക്ക് ആളുകളെ ആഹ്വാനം ചെയ്ത് കൊണ്ടുപോകാൻ ഒരു വിഭാഗം എത്തിയിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇയാളാണെങ്കിൽ ഒരു സിദ്ധനും. ഇപ്പോൾ അതാണല്ലോ സോഷ്യൽ മീഡിയ നിറച്ചും ആത്മീയ ആചാര്യന്മാരെ കൊണ്ട് നടക്കാൻ വയ്യ. തട്ടിയിട്ടും മുട്ടിയിട്ടും എങ്ങോട്ട് തിരിഞ്ഞാലും അത് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ഇയാളെ യൂട്യൂബ് ചാനൽ കണ്ട യുക്തിക്ക് നിരക്കാത്ത ഒരുപാട് വീഡിയോസ്, ഇത് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ, അയാളുടെ ചികിത്സകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കമൻസ്.
എവിടെയാണ് ഈ ജനത ഇന്നും ജീവിക്കുന്നത്? സത്യത്തിൽ കാണുമ്പോൾ ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെയാണ് വരുന്നത്. ഒട്ടും പ്രാക്ടിക്കലായി ചിന്തിക്കാതെ, പിന്നെ എന്താ പറയുക, ഇത് പിൻപറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം ഇവർ എന്താ പറയുക, അതിവൈകാരികമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. വിവേകപൂർവ്വം അല്ല ചിന്തിക്കണം ഈ കാര്യത്തെക്കുറിച്ചൊന്നും. എന്തായാലും ആ മക്കൾ നല്ല സുരക്ഷിതമായ കരങ്ങളിൽ എത്തിച്ചേരട്ടെ, സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ ആ മക്കൾക്ക്. ആ കുട്ടികളെ കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടം കേട്ടോ. അതുകൊണ്ട് എന്തൊക്കെ പറയേണ്ടതെന്ന് തന്നെ അറിഞ്ഞൂടാ. ഇയാളിങ്ങോട്ട് കാണിച്ചത് കണ്ടോ, ഈ സ്ത്രീ മരിച്ചിട്ട് ആരോടും പറയാതെ തൻ്റെ സുഹൃത്തുക്കളെ സഹായത്തോടെ ആ മയ്യത്തൊക്കെ കഫൻ ചെയ്ത് അയാൾ കൊണ്ടുപോവുകയാണ് പെരുമ്പാവൂരിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അയാളുടെ ഒരു മനസ്സിൻ്റെ കട്ടി, ഈ പിഞ്ച് 5 കുഞ്ഞുങ്ങളും ഒരു ചോര പൈതലും ഒരു മൃതദേഹവുമായിട്ടുള്ള പോക്ക് ആലോചിച്ച് നോക്കൂ. അത് എത്ര കിലോമീറ്ററുകൾ. ആ കുഞ്ഞിന് വേണ്ട ഒരു ചികിത്സ, ഒരു പരിഗണനയൊന്നും അയാൾ കൊടുത്തില്ല. ആ കുട്ടികൾക്കുള്ള അവകാശം പോലും നിഷേധിക്കുകയാണ്. ഏതായാലും അയാളെ അറസ്റ്റ് ചെയ്തു, ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്തു. അയാളെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ. ആ മക്കൾ സുരക്ഷിതമായ കരങ്ങളിൽ ജീവിക്കട്ടെ. ആലോചിച്ചിട്ട് സങ്കടം തോന്നുകയാണ്. എന്തായാലും ഈ ഒരു ചികിത്സ, സ്വയം വീട്ടിൽ നിന്ന് പ്രസവിക്കുക എന്നുള്ള അവസ്ഥയ്ക്ക് നിങ്ങൾ മാറാതിരിക്കുക. അതൊരു അതിസങ്കീർണമായ കണ്ടീഷനാണെന്ന് മനസ്സിലാക്കുക. ഒരു ഡോക്ടറുടെ സേവനം തേടുക. അമ്മയും കുഞ്ഞും സുരക്ഷിതമായിട്ട് നിൽക്കുക. അത്ര